EMS മന്ത്രിസഭ അധികാരത്തിലെത്തുന്ന സമയത്താണ് കുംഭകോണം എന്ന വാക്ക് കേരളത്തിൽ പരിചയപ്പെടുന്നത്. ഈ കുംഭകോണം എന്ന് പറഞ്ഞാൽ അഴിമതി എന്നാണ് മലയാളികൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. അരി ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിന്റെ പേരാണ് കുംഭകോണം. അന്ന് EMS സർക്കാരിന്റെ കാലത്ത് അരിയില്ല കേരളത്തിൽ എന്നൊരു അവസ്ഥ വന്നപ്പോൾ കുംഭകോണത്ത് നിന്ന് അരി ഇറക്കുമതി ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കുംഭകോണത്ത് നിന്ന് അരി കൊണ്ടുവന്ന വകയിൽ അന്നത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കമ്മീഷൻ പറ്റി അഴിമതി നടത്തി എന്നുള്ള ആരോപണം വളരെ ശക്തമാവുകയും ജനകീയ പ്രക്ഷോഭം ഉണ്ടാവുകയും പ്രതിപക്ഷം അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തതോടുകൂടിയാണ് കുംഭകോണം എന്ന സ്ഥലത്തിന്റെ പേര് അഴിമതിയുടെ പര്യായമായി മാറിയത്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വലിയ സംഭാവനയാണ്. അപ്പോൾ അരി എന്ന് കേട്ടാൽ അഴിമതി എന്നല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ EMSന്റെ കാലം മുതൽ ഇവർ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ അരി എന്ന് പറയുന്നത് ഗുണമുള്ള അരിയല്ല, ഇതിന്റെ വില, ഇത്തരം കാര്യങ്ങൾ വിവാദമാക്കാൻ വേണ്ടി ഇടതുപക്ഷ സൈബർ സേന ഇതിനു വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ഇതിന്റെ സത്യവും വസ്തുതയും എന്താണ് എന്ന് ധാരാളം പേര് ഇപ്പോ ബൈജുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടാവും, എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഭാരത് അരി വരുന്നതിന് മുൻപ് ഭാരത് ആട്ട വന്നു, ഭാരത് മൈദ വന്നു, ഭാരതിന്റെ പേരിൽ തന്നെ പയർവർഗ്ഗങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഉത്തരേന്ത്യയില് വില പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഭാരത് എന്ന ബ്രാൻഡ് നെയിമില് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കി തുടങ്ങിയിരുന്നു നേരത്തെ. എന്നാൽ കേരളത്തില് ഭാരത് അരി ആദ്യം വരാൻ കാരണം കേരളത്തിലെ അരിവില യാതൊരു നിയന്ത്രണവുമില്ലാതെ കുതിക്കുകയാണ്. ഇപ്പൊ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉള്ള ഈ കാലഘട്ടം 7-8 വർഷ കാലഘട്ടം എടുത്താൽ അരിവില ഇരട്ടിയിലധികമായി എന്ന് നിസ്സംശയം പറയാം. ഞാൻ കൂടുതൽ കടത്തിയൊന്നും പറയുന്നില്ല, ഇരട്ടിയിലധികമായി എന്ന് നിസ്സംശയം പറയാം. അപ്പോൾ അരിവിലയാണല്ലോ സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുക. അതുകൊണ്ട് അരിയുടെ കാര്യത്തിൽ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം വെച്ച കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ മാത്രം ഈ ഭക്ഷ്യസുരക്ഷ നഷ്ടമാകരുത് എന്ന ബോധ്യത്തോടു കൂടിയാണ് കേരളത്തിലേക്ക് ഭാരത് അരി ആദ്യമായിട്ട് അയക്കുന്നത്. ഇത് കേരളത്തിലേക്ക് മാത്രമല്ല, ഇന്ത്യ മുഴുവനുണ്ട്. അതിന്റെ ഭാഗമായി കേരളത്തിലും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഭാരത് അരി എന്നുള്ളതിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് യാതൊരു ആക്ഷേപവും പറയാൻ പറ്റില്ല. വില കുറച്ച് അരി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ട് അരിയുടെ ഗുണമേന്മയും അരിയുടെ വില നിലവാരവും തമ്മിലുള്ള ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് ഇതിനേക്കാൾ നന്നായി ഞങ്ങൾ ചെയ്യുമായിരുന്നു, അല്ലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പാഴ്വേലയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വിവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. എന്നാൽ പൊന്നി അരിയുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ കേന്ദ്ര സർക്കാർ കേവലം ഒരു ഭക്ഷ്യവസ്തു എന്നുള്ള നിലയിൽ മാത്രമല്ല അരി വിതരണം ചെയ്യുന്നത്. ഇത് ദേശീയ ആരോഗ്യ സർവേയുടെയൊക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യന് ഭാരതത്തിലെ വലിയ ജനസംഖ്യ, ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ 140 കോടിയിൽ മുകളിൽ നിൽക്കുമ്പോൾ അവരുടെ ആരോഗ്യ വിഷയത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെയും ഉൽപാദനക്ഷമതയെയും ബാധിക്കും. അതുകൊണ്ട് ആരോഗ്യരക്ഷാ രംഗത്ത് അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പൊന്നി അരി വിതരണം ചെയ്യുന്നത്. അപ്പോൾ പൊന്നി അരി എന്ന് പറയുമ്പോൾ നമ്മൾ കേവലം അതിന്റെ വില മാത്രമാണ് കണക്ക് കൂട്ടുന്നതെങ്കിൽ ആ വിലയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ പറയാം. ഞാനിപ്പോൾ ഇന്ന് മാർക്കറ്റിൽ അന്വേഷിച്ചു പൊന്നി അരി എത്രയൊക്കെ വിലയിലാണ് വിൽക്കപ്പെടുന്നത്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി ഏറ്റവും കുറഞ്ഞത് 40-41 രൂപ മുതൽ 47-48 രൂപ വരെയാണ് ഏറ്റവും കുറഞ്ഞ പൊന്നി അരി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതല്ല, കുറെ കൂടി ഗ്രേഡ് കൂടിയ, കുറെ കൂടി വാല്യുബിൾ ആയിട്ടുള്ള ഒരു പൊന്നി അരി കിട്ടണമെന്നുണ്ടെങ്കിൽ 72, 78 മുതൽ 100 രൂപ, 120 രൂപ വരെ വിലയുള്ള പൊന്നി അരികളുണ്ട്. അപ്പോൾ 42 മുതൽ 120 വരെ എന്നതിന്റെ ഒരു പ്രൈസ് ബാൻഡ് നമ്മൾ കാണുകയാണെങ്കിൽ സർക്കാർ ഭാരത് റൈസ് എന്ന പേരിൽ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കുന്ന ഈ റൈസ് അതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? അതിന്റെ വില എന്നുള്ളതിന് മുമ്പ് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പറയാം. അപ്പോഴാണ് അതിന്റെ വിലയുടെ ഗൗരവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ വീട്ടമ്മമാര് ഇത് ഉപയോഗിച്ചവര് പറഞ്ഞു കേട്ടതും അതിന്റെ വീഡിയോസ് ഞാൻ കണ്ടതുമായി വെച്ച് നോക്കുമ്പോൾ അവർ പറയുന്നു 100 രൂപയോ 70 രൂപയ്ക്കോ മുകളിൽ വിലയുള്ള പൊന്നി അരി വാങ്ങിച്ച് പാകം ചെയ്യുമ്പോഴുള്ള അതേ അനുഭവം
അതേ മണം, അതേ സ്വാദ്, അതേ രുചിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് കരുതി ഞാനിത് 120 രൂപയുടെ അരിയാണെന്ന് അവകാശപ്പെടുകയല്ല. മറിച്ച് ഈ അരിയുടെ ഉപയോഗത്തിൽ ഇന്ധന ലാഭം എന്ന് പറയുന്നത് അമ്മമാര് പറയുന്നുണ്ട്. സാധാരണ നമ്മൾ കേരളത്തിൽ കിട്ടുന്ന അരി വേവിച്ചെടുക്കാനുള്ള സമയത്തിന്റെ ഒരു 60% സമയം മാത്രമേ വേണ്ടി വരുന്നുള്ളൂ, ചിലപ്പോൾ 50%. അപ്പോൾ ഇന്ധനം പകുതിയായിട്ട് കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. അത് ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം, മിക്ക വീടുകളിലും ഉപയോഗിക്കുന്നത് ഗ്യാസാണ് അല്ലെങ്കിൽ വൈദ്യുതിയാണ്. ഇത് ഏത് രീതിയിലാണ്, ഇനി അഥവാ വിറകാണെങ്കിൽ പോലും എന്തൊരു വിലയാണ്. അപ്പൊ ഇന്ധന ലാഭം എന്നുള്ള സാമ്പത്തിക ലാഭം ഒരു കാര്യം. ഇനി രണ്ടാമത് ഏറ്റവും പ്രധാനമായ കാര്യം, ഈ ഗവൺമെന്റ് ഭാരത് അരി എന്ന് പറഞ്ഞ് വിതരണം ചെയ്യുന്ന അരിയുടെ ഗുണ നിലവാരം പരിശോധിക്കുമ്പോൾ കാണുന്നത് വളരെ അത്ഭുതകരമായ, നമ്മുടെ ചിന്തയിൽ പോലും വരാത്തത്ര ഗുണനിലവാരമുള്ള അരിയാണ് ഇത്. അപ്പൊ ഞാനതൊന്ന് ചുരുക്കി പറയാം. അപ്പൊ 100 ഗ്രാം പൊന്നി അരി ഇപ്പോൾ ഭാരത് റൈസ് 100 ഗ്രാം എടുക്കുമ്പോൾ അതിൽ 43 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത്. അതിൽ 41 ഗ്രാം നെറ്റ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇതില് 1 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. എന്നാൽ ഇതിൽ 1 ഗ്രാം പോലും കൊഴുപ്പ് അടങ്ങിയിട്ടില്ല. അപ്പൊ അരിയിൽ കൊഴുപ്പുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ കൊഴുപ്പുള്ള അരികളുണ്ട്. ഇത് കൊഴുപ്പ് ഒട്ടുമേ ഇല്ല. 170 കാലറി ഊർജം തരാൻ കഴിയുന്നതാണ് ഇതില് 100 ഗ്രാം അരി. ഇനി ഇതിന്റെ മറ്റു ഗുണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഉയർന്ന ഫൈബർ കണ്ടന്റ് ഉണ്ട്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സ്ഥലമാണ് കേരളം. അതിന്റെ കാരണം ഫൈബർ കണ്ടന്റ് തീരെ കുറഞ്ഞ അരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഫൈബർ കണ്ടന്റ് കുറഞ്ഞ അരി ഉപയോഗിക്കുമ്പോൾ ഷുഗർ, പ്രമേഹം എന്നിവ വർദ്ധിക്കും. അത് പിന്നീട് മറ്റു പല രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഇത് ഉയർന്ന മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിൽ ഏറ്റവും ഉയർന്ന ഫൈബർ കണ്ടന്റ് ഉള്ള അരിയാണ് ഭാരത് അരി എന്ന് പറയുന്നത്. അത് ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള അരിയാണ്. എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടന്റെ അളവ് ഏറ്റവും കുറവുള്ള അരിയാണ്. അപ്പോൾ ഇത് ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോയിട്ട് അസുഖമുണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതും കൂടാതെ മൂന്നാമത് പറഞ്ഞാൽ കുറഞ്ഞ ഗ്ലൈസമിക് സൂചിക ഉള്ളതിനാൽ പ്രമേഹ രോഗത്തിനുള്ള സാധ്യതയും, അതുപോലെ പ്രമേഹമുള്ളവർക്കും സാധ്യതയുള്ളവർക്കും രോഗമുള്ളവർക്കും പോലും ഹാനികരമല്ലാത്ത അരിയാണ് ഇത്. മറ്റൊന്ന് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന അരിയാണ്. പല ആൾക്കാരും പറയുന്നുണ്ട്, ഞാൻ കൊളസ്ട്രോൾ എനിക്ക് എങ്ങനെ വന്നു എന്നറിയില്ല, ഞാൻ മാംസം കഴിക്കുന്നില്ല, എണ്ണ കഴിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്കും കൊളസ്ട്രോൾ എങ്ങനെ വരുന്നു എന്നുള്ളത്. കൊളസ്ട്രോൾ തെറ്റായ രീതിയിലുള്ള അരിയുടെ ഉപയോഗം കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് വൈദ്യശാസ്ത്രം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ കൊളസ്ട്രോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് അല്ല ഈ പറഞ്ഞ പൊന്നി അരിയിലുള്ളത് എന്ന് മാത്രമല്ല, ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് ഇത് കൊളസ്ട്രോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിലൂടെ കടന്നു പോകുമ്പോൾ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് ഇതിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള സാധ്യത കുറയുകയാണ്. അപ്പോൾ അങ്ങനെയും ശാസ്ത്രീയമായിട്ടുള്ള ഗുണം ഇതിനുണ്ട്. ഇനി ഇതിനൊക്കെ പുറമെ അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, മഗ്നീഷ്യം. അപ്പൊ ഈ പറഞ്ഞ 4 മൂലകങ്ങൾ, കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്ന 4 മൂലകങ്ങൾ ഈ 100 ഗ്രാം അരിയുടെ 3% തന്നെ ഇതിൽ വരുന്നുണ്ട്. ഇതുകൂടാതെ 1 കപ്പ് ഈ പൊന്നി അരിയുടെ ചോറ് കഴിക്കുമ്പോൾ സിങ്കിന്റെ, വളരെ കുറച്ച് സിങ്ക് മതി നമ്മുടെ ശരീരത്തിലെങ്കിലും നമുക്കതിന് ആവശ്യമുണ്ട്, ആ സിങ്കും ഇതിൽ അടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് കുറഞ്ഞ അളവിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ ഹൃദ്രോഗികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അരിയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഭാരത് റൈസ്. 2 കാര്യങ്ങൾ കേരളത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നുണ്ട്. 1 പ്രമേഹം, 2 ഹൃദ്രോഗം. ഇത് പരസ്പരം ബന്ധിതമായിട്ടാണ് വരുന്നത്. കാരണം പ്രമേഹത്തിന് കാരണമാകുന്ന കൊളസ്ട്രോളിന്റെ ഗ്ലൂക്കോസിന്റെ അളവും ഹൃദ്രോഗത്തിന് കാരണമാകുന്ന കൊളസ്ട്രോളിന്റെ അളവും ഇത് രണ്ടും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള അരികളാണ് കേരള മാർക്കറ്റിൽ കൂടുതലായി ഇപ്പോൾ ലഭിക്കുന്നത്. അതിന്റെ പേരെന്ത് തന്നെയാണെങ്കിലും. പക്ഷേ ഭാരത് റൈസ് എന്ന് പറയുന്ന പൊന്നി അരി കഴിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പ്രമേഹത്തിന്റെയും ഹൃദ്രോഗത്തിന്റെയും സാധ്യതയും, ഇനി രോഗമുള്ളവരാണെങ്കിൽ അളവും കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഒരു ഇൻഡയറക്റ്റ് മെഡിസിനൽ എഫക്റ്റ് ഉള്ള അരിയാണ് ഇത്.
ഇത്തരം ശാസ്ത്രീയ സത്യങ്ങൾ നിലനിൽക്കെയാണ് ഇതിനെതിരായിട്ടുള്ള ആരോപണങ്ങളുമായി ഇടതുപക്ഷം രംഗത്ത് വരുന്നത്.